ഞാൻ ആദ്യം തന്നെ പത്മകുമാറിനെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളൂർ കൃഷിഭവൻ്റെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തീർത്തും ജൈവ രീതിയിൽ മനോഹരമായിട്ടുള്ള പപ്പായ കൃഷിക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്ത് ഇന്നതിൻ്റെ വിളവെടുപ്പാണ്. മറ്റ് ഭക്ഷ്യസുരക്ഷ, സ്വയം പര്യാപ്തത, നമ്മളൊക്കെ കടയിൽ പോയി പച്ചക്കറി വാങ്ങുമ്പോൾ 1 കിലോ പച്ചക്കറി വാങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളതായ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും അമ്മയെയും അച്ഛനെയും ഒക്കെ അവർക്ക് ഒരു ചെറിയ അംശം കീടനാശിനിയും കൂടി കൊടുക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ജീവിതശൈലി രോഗങ്ങൾക്ക് വിധേയരാണ്. പരിഹരിക്കാനുള്ള ഏക മാർഗം സ്വന്തം ഇടത്തിൽ, അതൊരു പക്ഷേ 1 സെൻറ്റോ 2 സെൻറ്റോ ഭൂമിയായിരിക്കും, അല്ലെങ്കിൽ ഹോം സ്റ്റേ ആയിരിക്കും, വീടിൻ്റെ മട്ടുപ്പാവായിരിക്കും, എവിടെയാണോ അതിനാവശ്യമായിട്ടുള്ള കൃഷിയിടത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ മാർഗം. നിർവാർച്ചയും സൂര്യവെളിച്ചവും ഉള്ളതായിരിക്കുന്ന സ്ഥലത്ത് മനോഹരമായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പപ്പായ കൃഷി. രക്തധമനികളിലെ കൊളസ്ട്രോൾ ഉൾപ്പെടെ, പ്ലേറ്റ്ലെറ്റ് കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യം ഉൾപ്പെടെ ഏതൊക്കെ കാര്യത്തിന് പപ്പായ ഗുണപരമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. നിങ്ങളൊക്കെ പല സമയത്തും അതുമായി ബന്ധപ്പെട്ട മേഖലകളിലൂടെ വായിച്ചും അറിഞ്ഞും യാത്ര ചെയ്യുന്നവരാണ്. ഇവിടെ സീഡ് ഫാമിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുകയുണ്ടായി. ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഇടപെടലുണ്ടാകും എന്നുള്ളതും എടുത്തു പറയുന്നു. തരിശു നിലങ്ങളെയും കൃഷിവകുപ്പിന് കീഴിലുള്ള ഇടങ്ങളെയും മാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ മാപ്പിംഗ് പൂർണ്ണമായാൽ ഇറിഗേഷൻ മിനിസ്റ്ററുമായി ചേർന്ന് അവിടത്തേക്ക് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കും. ആധുനിക വിജ്ഞാനങ്ങൾ ഉപയോഗിച്ച് കൃഷിയെ ഫലപ്രദമായി ഊട്ടിയുറപ്പിച്ച് നമ്മുടെ നാടിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും മലയാളികളുടെ ജീവനും ജീവിതവും കൂടുതൽ കാര്യക്ഷമമാക്കാനുമുള്ള നടപടികൾക്ക് സർക്കാർ കൂടെയുണ്ടാകും. ഒരുപാട് മിഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സ്കൂളുകളിൽ മുഴുവൻ കൃഷി ക്ലബ്ബുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ തുടക്കം നമ്മളെ കുറിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലേക്കും അത് സ്പ്രെഡ് ചെയ്യാൻ പോവുക. അതിന് നോഡൽ ടീച്ചർ ഉണ്ടാകും, അതിന് ബാക്കപ്പ് കമ്മിറ്റി ഉണ്ടാകും. കൃഷി സഖി, ഹരിത സഖി എന്ന നാമധേയത്തിൽ ഈ പദ്ധതി 5 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. അത് സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക മിഷനാണ്. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ്ങും ഫീഡിങ്ങും ഉൾപ്പെടെ എല്ലാം നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്.